तत्पुरुषाय विद्महे सुवर्णपक्षाय धीमहि तन्नो गरुणः प्रचोदयात्। ॐ तत्पुरुषाय विद्महे सुवर्णपक्षाय धीमहि तन्नो गरुणः प्रचोदयात्। തിരുമൂലദേവൻ്റെ തിരുമന്ത്രം 9-ാം തന്ത്രത്തിലെ ഒളിയിലെ മറ്റൊരു പാഠലിലേക്ക് നാം പ്രവേശിക്കുകയാണ്. അറിവ് ഒളിയാം ശിവപ്രകാശത്തെ കണ്ടവർക്ക് ഈ വിഷയങ്ങളുള്ളതെല്ലാം ഉള്ളപോൽ കണ്ടുരയ്ക്കാം. മല തൊട്ടെഴും മലങ്ങളൊക്കെയും മറഞ്ഞിടും, രവിയെയും മറയ്ക്കും ശിവപ്രകാശത്തെ കാണാം. രവിയെപ്പോലും വെല്ലുന്ന സൂര്യൻ്റെ 1000 കോടി സൂര്യന്മാരുടെ പ്രകാശത്തെ പോലും വെല്ലുന്ന ശിവപ്രകാശം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഒരു സാധകന് തൻ്റെ സാധനാവേളയിൽ ശിവപ്രകാശത്തെ കാണാൻ കഴിയും. എങ്ങനെയുള്ള ശിവപ്രകാശം? രവിയെ തോൽപ്പിക്കുന്ന, രവിയുടെ സൂര്യപ്രകാശത്തെ പോലും വെല്ലുന്ന തരത്തിലുള്ള മഹാപ്രകാശമായ ശിവപ്രകാശത്തെ ആത്മസാക്ഷാത്കരിക്കാൻ ഒരു യോഗിക്ക്, ഒരു സാധകന് കഴിയും. ആ ഒളി എങ്ങനെയുള്ളതാണ്? അറിവൊളിയാണ്, അറിവാകുന്ന പ്രകാശമാണ്. ഈ അറിവൊളിയാകുന്ന ശിവപ്രകാശത്തെ കണ്ടവർക്ക് വിഷയങ്ങൾ ഉള്ളതെല്ലാം ഉള്ളപോൽ കണ്ടുരയ്ക്കാം. എല്ലാ വിഷയങ്ങളെയും അവർക്ക് മുൻകൂട്ടി കാണാൻ കഴിയും. അതായത് ഭാവി ഭൂതങ്ങളെല്ലാം തന്നെ അവിടെ മുമ്പിൽ കരതലാമലകം പോലെ പ്രകടീഭവിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. അതായത് ഭൂതവർത്തമാന ഭാവികളെല്ലാം തന്നെ ഒരു അരുൾ പ്രകാശം ഉൾക്കൊണ്ട, ശിവപ്രകാശം ഉൾക്കൊണ്ട ഒരു സാധകന് വളരെ വ്യക്തമായി തെളിഞ്ഞ് കാണാൻ കഴിയും. മാത്രമല്ല, ലോകത്തിലെ എല്ലാ ജ്ഞാനവിജ്ഞാനങ്ങളും ആ സാധകന് പഠിക്കാതെ തന്നെ ഹൃദയത്തിൽ പതിഞ്ഞിരിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. അതായത് പുസ്തകങ്ങളൊന്നും വായിക്കാതെ തന്നെ, അല്ലെങ്കിൽ എല്ലാ വിജ്ഞാനവും സമ്പാദിക്കാതെ തന്നെ ആ ശിവപ്രകാശ ഒളി സ്വന്തമാക്കിയ ഒരു സാധകന് എല്ലാ ജ്ഞാനവിജ്ഞാനങ്ങളും പൂർണ്ണമായും തെളിഞ്ഞു കിട്ടും. ഇത് നമ്മുടെ യോഗിമാരെല്ലാം തന്നെ ഈ ജ്ഞാനവിജ്ഞാനങ്ങൾ മുഴുവനും സ്വന്തമാക്കിയവരാണ്. ഇപ്പം ഉദാഹരണത്തിന് രമണ മഹർഷി കുറച്ച് നാളെ വിദ്യാലയത്തിൽ പോയിട്ടുള്ളൂ, വളരെ കുറച്ച് നാളെ വിദ്യാലയത്തിൽ പോയിട്ടുള്ളൂ. എന്നിട്ടും അദ്ദേഹത്തിന് ഭാരതത്തിലെ എല്ലാ ജ്ഞാനവിജ്ഞാന ശാഖകളെക്കുറിച്ചും അറിവുണ്ടായിരുന്നു. അത് ഏതെങ്കിലും ഒരു ദർശനത്തെക്കുറിച്ച് മാത്രമല്ല, എല്ലാ ദർശനങ്ങളെയും, എല്ലാ മതങ്ങളിലെ എല്ലാ ദർശനങ്ങളെക്കുറിച്ചും ഏറ്റവും കൂടുതൽ അറിവുണ്ടായിരുന്നു. അതായത് ബൈബിളെല്ലാം അദ്ദേഹത്തിന് ഹൃദ്യസ്ഥമായിരുന്നു എന്നാണ് പറയുന്നത്. പല ചോദ്യങ്ങൾക്കും വിദേശികൾ വന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ബൈബിളിൽ നിന്നാണ് കോട്ട് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ബൈബിൾ കാര്യമായി ഒന്നും പഠിക്കാത്ത, ചിലപ്പോൾ സാധകന്മാരിൽ നിന്ന് മാത്രം അല്ലെങ്കിൽ ഭക്തന്മാരിൽ നിന്ന് മാത്രം കേട്ടുള്ള കാര്യങ്ങളായിരിക്കും. പക്ഷേ അതെല്ലാം തന്നെ രമണ മഹർഷിയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുമായിരുന്നു. അപ്പോൾ ഒരു പുസ്തകവും വായിക്കാതെ, പുസ്തകജ്ഞാനം സ്വന്തമാക്കാതെ തന്നെ മസ്തകജ്ഞാനത്തെ സ്വന്തമാക്കിയ മഹാന്മാരാണ് ഈ ശിവ ഒളിയെ സ്വന്തമാക്കിയ എല്ലാ ശിവപ്രകാശ ധ്യാനികളും. അതാണ് ഇവിടെ പറയുന്നത്. ശിവപ്രകാശമെന്ന അറിവൊളിയെ സ്വന്തമാക്കിയത് ആരാണോ അവർക്കെല്ലാം എല്ലാ ജ്ഞാനവിജ്ഞാനങ്ങളും ഹൃദയത്തിൽ പതിഞ്ഞിരിക്കും. അവർക്ക് എല്ലാ ജ്ഞാനവിജ്ഞാനങ്ങളെക്കുറിച്ചും മഹാജ്ഞാനമുണ്ടായിരിക്കും. അപ്പോൾ ഒരു
ജ്ഞാനവും ബാഹ്യ പ്രയത്നം കൂടാതെ തന്നെ അവർക്ക് ആന്തരികമായ ശക്തിയുണ്ട്. അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ പറയുന്നത് എല്ലാ ജ്ഞാനവിജ്ഞാനങ്ങളും നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്, അതിനെ പ്രകാശിപ്പിക്കുക മാത്രം ചെയ്താൽ മതി. ഈ ശിവപ്രകാശത്തിൽ കുളിച്ചു നിൽക്കുന്ന ഒരു യോഗിക്ക് ഈ എല്ലാ ജ്ഞാനവിജ്ഞാനങ്ങളും സ്വന്തമാണ്. അതാണ് വിഷയങ്ങളുള്ളതെല്ലാം ഉള്ള പോൽ കണ്ടുരയ്ക്കും. എല്ലാ ജ്ഞാനവിജ്ഞാനങ്ങളെയും അതിൻ്റെ ഉള്ളിലെ യാഥാർത്ഥ്യം എന്താണ് എന്ന് ഈ ഋഷിവര്യന്മാർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അവർ അത് തങ്ങളുടെ ഭക്തന്മാരോട് പറയുകയും ചെയ്യാറുണ്ട്. പിന്നെയോ മല തൊട്ടെഴും മലങ്ങളൊക്കെയും മറഞ്ഞിടും. മല പോലെയുള്ള എല്ലാ മലങ്ങളും, ആണവം, കർമ്മം, മായ തുടങ്ങിയ സകല മലങ്ങളും അവരിൽ നിന്ന് പൂർണ്ണമായി ഇല്ലാതിരിക്കും, പൂർണ്ണമായി നശിച്ചിരിക്കും. അതായത് ഒരു അറിവൊളി സ്വന്തമാക്കിയ ഒരു യോഗിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ എല്ലാ മലങ്ങളും എല്ലാ മാലിന്യങ്ങളും പൂർണ്ണമായി ഇല്ലാതായി പരിശുദ്ധിയായ ശിവഭാവത്തിലേക്ക് ആ സാധകൻ എത്തിച്ചേരും. അങ്ങനെ രവിയെയും മറയ്ക്കുന്ന ശിവപ്രകാശമായി തന്നെ ആ യോഗി പ്രകാശിക്കും എന്നാണ് ഇവിടെ തിരുമൂലദേവൻ പറയുന്നത്. അപ്പോൾ ഈ മഹാജ്യോതി, ആ ജ്യോതിയെ സ്വന്തമാക്കുന്നവർക്ക് എല്ലാം കരതലാമലകം പോലെ വ്യക്തമായി കാണാൻ കഴിയും. ഇതാ നോക്കൂ, ഇവിടെ വള്ളലാർ പറയുന്ന ചില ഭാഗങ്ങൾ, അതായത് കർമ്മസിദ്ധി, യോഗസിദ്ധി, ജ്ഞാനസിദ്ധി തുടങ്ങിയ എല്ലാ സിദ്ധികൾക്കും ഉത്ഭവസ്ഥാനമായി വിളങ്ങുന്ന ജ്ഞാനസഭയിൽ പ്രകാശിക്കുന്ന അരുൾ പെരുഞ്ജ്യോതി അണിമാതി അഷ്ടസിദ്ധികളും പരകായ പ്രവേശം തുടങ്ങിയ സിദ്ധികളും വിളങ്ങുന്ന അറിവൊളിയാണ്. ഇതാണ് വള്ളലാർ പറയുന്നത്. നോക്കൂ, എല്ലാ സിദ്ധികളും ഈ അറിവൊളി സ്വന്തമാക്കിയ, അരുൾ പെരുഞ്ജ്യോതി സ്വന്തമാക്കിയ സാധകന് ഉണ്ടാകുന്നതാണ്. പിന്നെ മനം, ചിത്തം, ബുദ്ധി, അഹങ്കാരം എന്നിവയ്ക്ക് അതീതമായി, വാക്കുകൾക്കും അതീതമായി സ്ഥിതി ചെയ്യുന്നതും അനാദിയായിട്ടുള്ളതുമായ ചിത് സഭയിൽ പ്രകാശിക്കുന്ന അരുൾ പെരുഞ്ജ്യോതി, അതായത് ശിവൻ്റെ, മഹാഭഗവാന്റെ ചിത് സഭയിൽ പ്രകാശിക്കുന്നതാണ് ഈ ശിവപ്രകാശം. അതായത് ശിവൻ്റെ തന്നെ ചിത് സഭയിലെ പ്രകാശമാണ് ഒരു സാധകൻ ഉൾക്കൊള്ളുന്നത്. അങ്ങനെയുള്ള ഒളി എത്ര പഠിച്ചാലും പഠിച്ചതിനെപ്പറ്റി വീണ്ടും അന്വേഷിച്ചാലും മനസ്സിലാക്കാൻ പറ്റാത്ത ആദിയായ ജ്ഞാനസഭയിൽ വിളങ്ങുന്നതാണ് ഈ ശിവപ്രകാശം. അപ്പോൾ ശിവൻ്റെ ജ്ഞാനസഭയിൽ നിന്നാണ് ഈ പ്രകാശം ഉത്ഭവിച്ചത് എന്നാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എല്ലാ അറിവിൻ്റെയും അറിവായ ശിവൻ്റെ ജ്ഞാനസഭ എന്ന ചിത് സഭയിൽ നിന്ന് പുറപ്പെടുന്ന ഈ പ്രകാശത്തെ സ്വന്തമാക്കിയ ഒരാൾക്ക് എല്ലാ ജ്ഞാനവിജ്ഞാനങ്ങളും സ്വന്തമാണ്. ഇതാ നോക്കൂ, പിന്നെ വള്ളലാർ സ്വാമികൾ പറയുന്നു, നോക്കൂ, ജീവജാലങ്ങൾക്ക് കരുണയും മരണത്തെ മറികടക്കാൻ സഹായിക്കുന്ന വരത്തെയും തന്നനുഗ്രഹിക്കുന്ന ജ്ഞാനാമൃതമാകുന്ന ഈ പെരുഞ്ജ്യോതി യോഗിമാർ സ്വന്തമാക്കുന്നു. അഴിവില്ലാത്ത ദൈവീകതകളെല്ലാം നൽകി അനശ്വരമായ ചിത്സഭയിൽ പ്രകാശിക്കുന്ന അരുൾ പെരുഞ്ജ്യോതി, പല കൽപ്പങ്ങൾ കഴിഞ്ഞാലും അഴിവില്ലാത്ത അത്ഭുതങ്ങൾ നൽകുന്ന ജ്ഞാനസഭയിൽ വിളങ്ങുന്ന ശിവപ്രകാശം, ഒട്ടും തന്നെ ദുഃഖമില്ലാത്ത അവസ്ഥ നൽകി ആഗ്രഹിച്ചത് എന്തും നൽകുന്ന ചിത്സഭയിൽ വിളങ്ങുന്ന ശിവപ്രകാശം. ഇതാണ് ആ ശിവപ്രകാശത്തെക്കുറിച്ചിട്ട്, ആ അരുൾ പെരുഞ്ജ്യോതിയെക്കുറിച്ചിട്ട് ഇവിടെ വള്ളലാർ സ്വാമികൾ നമ്മളോട് പറയുന്ന ആ ദിവ്യമായ അറിവ്. അപ്പോൾ ഈ അറിവ് സ്വന്തമാക്കുന്നത്, വള്ളലാരെ പോലെയുള്ള മഹായോഗികൾ ഈ അറിവെല്ലാം സ്വന്തമാക്കുന്നത് ചിത്സഭയിലെ ആ
ജ്ഞാന ഒളിയെ സ്വന്തമാക്കിയതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ഭാരതത്തിൽ ജീവിച്ചിരുന്ന അനേകം മഹായോഗികൾ ഈ മഹാജ്യോതിയെ, അറിവാകുന്ന ഒളിയെ സ്വന്തമാക്കിയ മഹാസിദ്ധന്മാരാണ്. ആ മഹാസിദ്ധന്മാർക്ക് ഈ വിധ എല്ലാ ജ്ഞാനവിജ്ഞാനങ്ങളും പകർന്നു കൊടുക്കുന്നത് ഈ ശിവ ഒളിയാണ്. ആ ശിവ ഒളിയെ സ്വന്തമാക്കാനാണ് ഇവിടെ തിരുമൂലദേവൻ നമ്മളോട് അഭ്യർത്ഥിക്കുന്നത്. ഇനി അടുത്ത ഭാഗം നോക്കൂ. ലോകപ്രകാശമാകും സൂര്യനും കുളിർമതിക്കും അഗ്നിക്കും വെട്ടമേകിടുന്നതും ബ്രഹ്മമല്ലോ. സ്വന്തമായി പ്രകാശങ്ങളില്ല അവയ്ക്ക്, അതിനാലെ ബ്രഹ്മത്തെ തന്നെ ആശ്രയിച്ച് അവ നിന്നിടുന്നു. അപ്പോൾ ബ്രഹ്മത്തിലെ ഈ പ്രകാശത്തെ ആശ്രയിച്ചാണ് ആര് പ്രകാശിക്കുന്നത്? സൂര്യൻ, ചന്ദ്രൻ, അഗ്നി. അപ്പോൾ സൂര്യന് ചൂട് കൊടുക്കുന്നത്, സൂര്യന് പ്രകാശം നൽകുന്നത് ഈ ശിവോളിയാണ്. ചന്ദ്രന് കുളിർമ നൽകുന്നത്, ആ നിലാവ് നൽകുന്നത് ഈ ശിവപ്രകാശമാണ്. അഗ്നിക്ക് പ്രകാശവും ചൂടും നൽകുന്നത് ഈ ശിവപ്രകാശമാണ്. ഇത് ശിവബ്രഹ്മമാകുന്ന ആ ചിത്സഭയിൽ നിന്നാണ് ഈ പ്രകാശം പുറപ്പെടുന്നത്. സ്വന്തമായി പ്രകാശങ്ങളില്ല ഇവയ്ക്കൊന്നിനും, സൂര്യചന്ദ്രന്മാർക്കോ അഗ്നിക്കോ സ്വന്തമായി ഒരിക്കലും പ്രകാശിക്കാൻ കഴിയില്ല. ബ്രഹ്മത്തിൻ്റെ പ്രകാശമായ ഈ ശിവ ഒളിയിൽ നിന്നാണ് അവർ പ്രകാശമത്രയും ഏറ്റുവാങ്ങുന്നത്. അപ്പോൾ ലോകത്തിലെ ആദിമ പ്രകാശം എന്ന് പറയുന്നത് ഈ ബ്രഹ്മപ്രകാശമായ ശിവപ്രകാശമാണ്. ഈ ശിവപ്രകാശത്തിൽ നിന്ന ഒളിയാണ് ഈ പ്രപഞ്ചത്തിലെ സൂര്യചന്ദ്രന്മാരും നക്ഷത്രങ്ങളും അതേപോലെ തന്നെ അഗ്നിയും എല്ലാം പ്രകാശത്തെ പ്രകടിപ്പിക്കുന്നത്. ബ്രഹ്മത്തെ തന്നെ ആശ്രയിച്ചവ നിന്നിടുന്നു. ബ്രഹ്മപ്രകാശത്തെ ആശ്രയിച്ചാണ് ഇവയെല്ലാം നിൽക്കുന്നത്. അപ്പോൾ ശിവ ഒളിയില്ല എങ്കിൽ, ശിവപ്രകാശമില്ല എങ്കിൽ സൂര്യൻ്റെ പ്രകാശമില്ല. സൂര്യൻ കെട്ടുപോകും. സൂര്യന് പ്രകാശം നൽകുന്നതും അഗ്നിക്ക് പ്രകാശവും ചൂടും നൽകുന്നതും അതേപോലെ ചന്ദ്രന് കുളിർമ നൽകുന്നതും എല്ലാം തന്നെ ഈ ശിവപ്രകാശമാണ്. ലോകത്തിലെ ജ്ഞാനവിജ്ഞാനങ്ങളെല്ലാം വളർന്നു വികസിക്കുന്നതും ഈ ശിവപ്രകാശത്തിൽ നിന്നാണെന്ന് ഓർക്കുക. അപ്പോൾ ആദിമ ശിവപ്രകാശമാണ് ഈ ബ്രഹ്മപ്രകാശമായ ചിത്സഭയിലെ ശിവ ഒളി എന്നാണ് തിരുമൂലദേവൻ പറയുന്നത്. അപ്പോൾ തിരുമൂലദേവൻ പറയുന്ന ഈ സത്യങ്ങളല്ല. ഇപ്പോൾ നമ്മൾ ചിലർ മന്ത്രസാധനകൾ ചെയ്യുന്നവരുണ്ട്. ഈ മന്ത്രസാധനയിലും പ്രകടമാകുന്നത് ഈ ഒളി തന്നെയാണ്. നമുക്ക് അതുകൂടി നോക്കാം. നോക്കൂ, ഇതും അരുൾപ്പെരുഞ്ചോതി വള്ളലാർ സ്വാമികൾ പാടിയ പാടലുകളിലെ ചില ഭാഗങ്ങളാണ്. വാനവർക്ക് പോലും പ്രാപിക്കാൻ പ്രയാസമായ സിദ്ധികളെല്ലാം പെട്ടെന്ന് തന്നെ എനിക്ക് അനുഗ്രഹിച്ച നാദമന്ത്രമേ. അപ്പോൾ ഈ പ്രകാശ ഒളി എന്ന് പറയുന്നത് നാദമന്ത്രമാണ്. നാം ഓങ്കാരം നേരത്തെ കണ്ടില്ലേ, അതിലെ നാദമന്ത്രമാണ് ഈ പ്രകാശം. കൽപ്പങ്ങൾ പലതും കഴിഞ്ഞാലും നശിക്കാത്ത മനോഹരമായ രൂപം എനിക്ക് നൽകിയ പുണ്യമന്ത്രമാണ് ഈ അരുൾപ്പെരുഞ്ചോതി. ബീജാക്ഷരങ്ങളായ അകാരവും ഉകാരവും അഴിവില്ലാത്ത ശികാരവും വകാരവും എല്ലാം താൻ തന്നെയായ ശബ്ദങ്ങളുടെ മന്ത്രമേ. ആത്മാവും ജീവനും ശിവവും അരുളുമായ പ്രകാശജ്യോതിയായ ശിവപ്രകാശം. 5 അക്ഷരം, 8 അക്ഷരം, 6 അക്ഷരം, 4 അക്ഷരം എന്നീ രീതിയിൽ ആദ്യകാലം തൊട്ട് വേദവിധി അനുസരിച്ച് ജപിക്കപ്പെടുന്ന എല്ലാ മന്ത്രങ്ങളുടെയും മൂലമന്ത്രമാണ് ഈ ശിവപ്രകാശം, ഈ ശിവ ഒളി. അതായത് നമശിവായ, പിന്നെ ഓം നമോ നാരായണായ, ശരവണഭവ, ഐം ക്ലീം സൗം ഹ്രീം എന്നൊക്കെയുള്ള എല്ലാ മന്ത്രങ്ങളുടെ ആത്മസിദ്ധികളും ഈ ശിവപ്രകാശത്തിൽ നിന്നാണ് ഉത്ഭൂതമായത്. വേദങ്ങളും ഉപനിഷത്തുകളും ആഗമങ്ങളും
ആഗമങ്ങളും ആദ്യകാലം തൊട്ട് ഉപയോഗിച്ചിട്ടും ഒട്ടും തന്നെ കുറയാതെ ന്യൂനത സംഭവിക്കാതെ വളർന്ന് വലുതായി കൊണ്ടിരിക്കുന്ന മന്ത്രപ്പൊരുളാണ് ഈ ശിവ ഒളി. ഇതാണ് വള്ളലാർ സ്വാമികൾ മന്ത്ര ഒളിയെക്കുറിച്ച് ഒരിടത്ത് പറയുന്നത്. അപ്പോൾ എവിടെയെല്ലാം ഈ ശിവ ഒളിയുണ്ടോ അവിടെയെല്ലാം ജ്ഞാനവിജ്ഞാനങ്ങളുടെ മറുകര കാണാൻ നമുക്ക് കഴിയുന്നു. അപ്പോൾ ഈ ഒളിയെ ആത്മസാക്ഷാത്കരിക്കാൻ, ഈ ശിവ ഒളിയെ, ഈ ശിവപ്രകാശത്തെ ആർക്കാണോ സാക്ഷാത്കരിക്കാൻ കഴിയുന്നത് അവർ ലോകങ്ങളുടെയെല്ലാം ചക്രവർത്തികളുടെ ചക്രവർത്തിയായി, ഗുരുവധീശനായി, ഗുരുക്കന്മാരുടെ എല്ലാം മഹാഗുരുവായി, പരബ്രഹ്മമായി പരിലസിക്കുന്നു. ഓം ശിവായ തിരുമൂലർ ദേവായ നമഃ.